ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുയിങ്ങാപ്പത്തൽ റെസിപ്പി ആയിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഈ പുയിങ്ങാപ്പത്തലിന് പല അപരനാമങ്ങളുണ്ട്. മീൻ പത്തല്, മീൻ റോട്ടി, പുയിങ്ങാപ്പത്തല്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പുയിങ്ങപ്പത്തൽ എന്നാണ് പറയാൻ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ ഒന്ന് പറയണേ. സോ ആദ്യം തന്നെ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുമില്ല, സാധാ മാരിനേഷൻ തന്നെ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഞാൻ കൊഞ്ചൊരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഉണ്ടാക്കാനാണ് പോകുന്നത്. പാൻ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു അരക്കപ്പോളം തേങ്ങ, അര അല്ലെങ്കിൽ ഒരു കപ്പ്, നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നോ അത്രത്തോളം തേങ്ങ, എന്നാലും കുറച്ചധികം തേങ്ങ വേണം. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ. ഇത് നമുക്കൊന്ന് ചെറുങ്ങനൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാമ്പാറൊക്കെ വറയുന്ന പോലെ നല്ലോണം വറുക്കണ്ട. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജീരകമാണ്. കുറച്ച് ജീരകം ഇട്ടിട്ട് നല്ലോണം ഇത് വറുക്കാം. നല്ലോണം മീൻസ് ഒരു ചെറിയൊരു കളർ മാറുന്നത് വരെ. എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദ ഫേവറേറ്റ് റെസിപ്പി തന്നെയാണ് ഇത്. ഞാൻ എന്താ പറയുക, എനിക്ക് അത്ര ഇഷ്ടമായി റെസിപ്പി. ഇത് ഉമ്മാൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്. ഒന്നും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഉമ്മ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. സോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ജീരകം ഇട്ടിട്ട് പിന്നെ ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റായിട്ട് യു എയിലേക്ക് വരുന്ന ടൈമിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ഈ റെസിപ്പി ഒന്ന് പഠിച്ചെടുക്കണം, എനിക്ക് ഇത് എപ്പോഴെങ്കിലെല്ലാം കഴിക്കണം, ഇല്ലാണ്ട് എനിക്ക് പറ്റൂല. അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് പഠിച്ച റെസിപ്പി കൂടിയാണ് ഇത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ റെസിപ്പിക്ക്. സോ നമ്മുടെ ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ മസാലക്ക് മുന്നേ ഈ തേങ്ങ വറക്കൽ പരിപാടി എല്ലായിടത്തും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊന്നും ഇങ്ങനെ തേങ്ങ വറുത്തിട്ടല്ല ഉണ്ടാക്കാറ്. ഇത് എനിക്ക് തോന്നുന്നു ഉമ്മ ഉണ്ടാക്കുന്ന എന്തോ സ്പെഷ്യലായിട്ടാ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊരു വറക്കേണ്ട ഒരു ടൈമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കിനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഓരോരോ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്യാൻ പാടില്ല. ഓഫാക്കിയതിന് ശേഷമാണ് അത് ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു. എന്തായാലും നമ്മുടെ പാന് ചൂടായിരിക്കും. അപ്പോൾ എന്നിട്ട് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം ചൂടാവുകയും ചെയ്യും, കറക്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ അത് കരിയാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. നല്ലോണം വറുത്ത് എന്നിട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്നാലും വറവണം. ഈ ഒരു കളറാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. നേരത്തെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിനെ, ഇപ്പം ഞാൻ ജസ്റ്റ് പൊടിയിട്ടിട്ട് ആ ചൂടോടെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലോണം പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കാൻ പാടില്ലേ. ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് നേരത്തെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്ക് എടുക്കാം. നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണം, എല്ലാം ഒന്ന് കുറച്ച് തണുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഫിഷ് ആ മസാലയിലൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കാം. ആ സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഫിഷ് ഫ്രൈ ആക്കി എടുക്കുന്നത്. കുറച്ച് കറി ലീവ്സും ഇട്ട് കൊടുക്കാം മേലയിൽ.
നമ്മുടെ ഫിഷ് ഓവറായിട്ട് ഫ്രൈ ചെയ്ത് മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി. ലൈക്ക് അങ്ങേപ്പുറം ഇങ്ങേപ്പുറം തിരിച്ചിട്ടിട്ടൊന്ന് മസാല ഒന്ന് കുക്ക് ചെയ്യുന്ന രീതിയിൽ, ഫിഷ് ഒന്ന് വേകുന്ന രീതിയിൽ മാത്രം ആക്കിയാൽ മാത്രം മതി. ഇത് മറിച്ചിടലാണ് ഏറ്റവും സ്ട്രെസ്ഫുള്ളായ പരിപാടി. ഫിഷ് എന്തായാലും പൊട്ടിപ്പോവും. അപ്പോൾ അത് ബ്രേക്ക് ആവാണ്ട് മറിച്ചിടുന്ന ഒരു സ്ട്രെസ്സിലാണ് ഞാനുള്ളത്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടൈപ്പ് ആയാൽ മതി ഫിഷ്. നല്ലോണം പൊരിയണ്ട, എന്നാൽ പൊരിയാണ്ടും ആയിപ്പോണ്ട, അങ്ങനെ രീതിയിൽ. പിന്നെ അത്രയേ ഉള്ളൂ. ഫിഷ് നമുക്കിനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ സെയിം എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള പരിപാടീസും നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. വെജിറ്റബിൾസ് ആയിട്ടൊന്നും വേണ്ട, ഈ ഉള്ളീൻ്റെ ഫുള്ള് വേണ്ട. ഒരു മുക്കാൽ ഓളം ഉള്ളി, തക്കാളി അങ്ങനെ തന്നെ ഒരു ഹാഫ് തക്കാളി, 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അത്രേ എടുത്തുള്ളൂ. ഇത് ഞാൻ കുറച്ച് കൊഞ്ചനും ഇത് മസാല ആക്കി വെച്ചിട്ടുണ്ട്. ആ സെയിം മസാലയിൽ തന്നെ നമ്മൾ ആ സെയിം പാനിൽ, മീൻ പൊരിച്ച പാനിൽ തന്നെ ആ എണ്ണേൻ്റെ പുറം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാല കൂടി സെറ്റാക്കി എടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പാനിലിട്ടിട്ട് ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഉമ്മ എല്ലാ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഉമ്മാൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണിത്. അതുപോലെ തന്നെ ഇത് ഞാൻ പഠിച്ച് ഇതുപോലെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടും ഫാമിലി ഗ്യാതറിങ്ങിലെല്ലാം ഉണ്ടാക്കിയപ്പോഴും പിന്നെ ആരൊക്കെയോ വന്നപ്പോൾ ഉണ്ടാക്കിന്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി സംഭവം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കി. ഇതെന്തായാലും പാളുന്ന റെസിപ്പി ഒന്നല്ല, എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയാൽ സെറ്റ് ആയിരിക്കും, ഇഷ്ടപ്പെടും, എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഉടഞ്ഞ് തക്കാളി എല്ലാം ഉടഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. തക്കാളി ഇങ്ങനെ നിങ്ങൾ സ്പൂൺ കൊണ്ട് ഉടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ജസ്റ്റ് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഉടയും. എൻ്റെ ഒരു ക്ഷമയില്ലായ്മയാണത്. അപ്പോൾ അത് നല്ലോണം വാടിയതിന് ശേഷം ഈ ഒരു ടൈമിൽ നമുക്ക് കൊഞ്ചൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നോട് ടോട്ടലി ആ കൊഞ്ചിൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ ഡയറക്റ്റ് ആ നമ്മൾ അടിച്ചു വെച്ച തേങ്ങൻ്റെ മിക്സാണ് ഇട്ട് കൊടുത്തത്. സോ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ചെമ്മീൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ആഡ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്നോടത് മറന്നുപോയി, നല്ലോണം മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇതിട്ട് കഴിഞ്ഞ ശേഷം പാട് അത് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ആദ്യം ആഡ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇട്ടാൽ കുഴപ്പമില്ല. പിന്നെ ഉപ്പ് ഇടണേ, ഞാൻ ഉപ്പും മറന്നു പോയിട്ടുണ്ട്. ഈ സമയത്തിനാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ടത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എല്ലാ മസാലയും ഒന്ന് മിക്സായി വരണം. ആ പിന്നെ ഇട്ട കൊഞ്ചനും ഒന്ന് കുക്കായി വരണം. കൊഞ്ചന് നിങ്ങൾക്കറിയാലോ, വലിയൊരു കുക്കിംഗ് ടൈമൊന്നും വേണ്ട, എന്നാലും കുറച്ച് സമയം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക, നല്ല ഫ്ലേവർ കിട്ടും. കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം, ആ മസാലയെല്ലാം ഒന്ന് ഡ്രൈ ആവാണ്ട് ഒന്ന് സോഫ്റ്റ് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം മസാല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലത്തേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട്
നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് സമയം മൂടി വെക്കുക. വെച്ചാൽ ആ ഒരു ഫ്ലേവർ അതിന് കിട്ടേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചെമ്മീൻ ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലേ. ഇത് ഉമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, അതുപോലെ ഞാൻ ഉണ്ടാക്കി. ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷ് മതി. ഇനി നമുക്ക് പൊടി കുഴച്ചെടുക്കാം. ആദ്യം തന്നെ അരിപ്പൊടിയാണ് ഇട്ടത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയാണ്. നമ്മൾ അരി പൊടിപ്പിച്ച് കൊണ്ടുവരില്ലേ നാട്ടിൽ നിന്ന്, അത്. പിന്നെ ഞാൻ ആമീസ് പൊടിയും ഇട്ടിട്ടുണ്ട്. ഞാനിങ്ങനെയാണ് നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഈ രണ്ടും ഹാഫ് ഹാഫ് എന്നുള്ള പ്രൊപ്പോർഷനിൽ എടുത്തിട്ടാണ് കുഴക്കാറ്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സാധാരണ റൊട്ടിയെല്ലാം കുഴക്കൂലേ, അതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ കുഴച്ചെടുക്കാം. വേറൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല, വെറും ഈ പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ഫുള്ള് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇല വേണം, വാഴയില. വാഴയില ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ പേപ്പറിലൊക്കെ ഓക്കെയാണ്, പക്ഷെ വാഴയിലേൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടൂല. വാഴയില ഉണ്ടെങ്കിൽ എന്തായാലും വാഴയില തന്നെ എടുക്കുക. നല്ലോണം ഓയിൽ വാഴയിലും നമ്മൾ കയ്യിലും എല്ലാം പുരട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ, പൊറോട്ടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഇതാ ഞാൻ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഇലയിലേക്ക് ഇത് പരത്തിയിടുകയാണ് ചെയ്യുന്നത്. റൗണ്ടിൽ തന്നെ നല്ല നേരിയ ടൈപ്പാക്കിയിട്ട് ഇടാണ്. അധികം നേരെയായിട്ട് പൊട്ടിപ്പോണ്ട, ഒരു നമുക്കറിയാലോ നമ്മൾ ഒരു നോർമൽ നേരിയ ടൈപ്പിൽ. എനിക്ക് നല്ല നേരിയ പത്തിലാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ ഭയങ്കര തടി ഉണ്ടെങ്കിൽ തിന്നുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ്. ഉമ്മയും എന്തിനാണ് നേരിയ ടൈപ്പിൽ തന്നെ ഉണ്ടാക്കാൻ, എനിക്ക് ഇങ്ങനെ തന്നെയാണ് ഇഷ്ടം. ചില ആൾക്കാരെല്ലാം ഭയങ്കര തടിച്ച പത്തലൊക്കെ ഉണ്ടാക്കും, അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സെറ്റും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ക്രീം ബിസ്ക്കറ്റ് ഉണ്ടാവില്ലേ, ഒരു ക്രീം, അതിന് ശേഷം ഒരു ബിസ്ക്കറ്റ്. അതുപോലെ തന്നെ ആദ്യം ഒരു പത്തിൽ റൗണ്ടാക്കി വെക്കുക, പിന്നെ വേറെ ഒരു ഇല എടുക്കുക, അതേപോലെ തന്നെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ മസാല വെക്കുക, പിന്നെ ഫിഷ് വെക്കുക, പിന്നെ മറ്റേത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. പറയാൻ ഈസിയാണ്, പക്ഷെ ചെയ്യാനും ഈസിയാണ്, വലിയ ടഫൊന്നുമല്ല. എന്നിട്ട് ഇതെന്ത് ചെയ്യാം, നമുക്ക് ആവിച്ചമ്പിലേക്ക് മാറ്റിയിട്ട് ആവി എടുപ്പിക്കാം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം മതിയാവും. അപ്പോഴത്തേക്ക് ഇത് നല്ല വെന്ത് കിട്ടും. ഇതേപോലെ തന്നെ ഞാൻ അടുത്ത സെറ്റും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഞാനൊരു 4 സെറ്റ് ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞതും എൻ്റെ മോനിക്കൊരു ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്, മസാല ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ ഈ അരി കൂടുതലാണ്, മസാല കറക്റ്റാണ്. ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ടഫൊന്നല്ലേ, നല്ല ഈസി തന്നെയാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണിത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.
നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുയ്യപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക്? നമ്മുടെ ടേസ്റ്റിംഗ് പാർട്ട് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനും കുറേ ആയി ഇത് ഉണ്ടാക്കാത്തത്. പിന്നെ നല്ല ഹെവി ഫുഡ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ വേറൊന്നും വേണ്ട, ലൈക്ക് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലൊക്കെ എല്ലാം ഉണ്ട്. കൊഞ്ചലുണ്ട്, ഫിഷുണ്ട്, അരിയുണ്ട്, മസാല ഉണ്ട്. സോ ഒരു കംപ്ലീറ്റ് ഡിഷിനാണ്. ഒരാൾക്കൊരു ഒന്നെണ്ണം മതിയാവും. നല്ല ഫില്ലിംഗ് ആണ്. സോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.